ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നാടൻ ചിക്കൻ റോസ്റ്റ് അല്ല, ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല മാച്ചായിട്ട് പോണ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് വലിയ പീസല്ല, ഒരു മീഡിയം സൈസായിട്ടുള്ള പീസാണ് കേട്ടോ. എത്ര ചെറിയ പീസാണോ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട്, അതായത് ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 2 പച്ചമുളകൊക്കെ എടുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം തന്നെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. കൂടുതൽ നേരമായ അത്രയും നല്ലത് കേട്ടോ. ഇനി 1 ടീസ്പൂൺ നമുക്ക് ഒന്നില്ലെങ്കിൽ നാരങ്ങ ഒഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ഒഴിക്കാം. അതുകൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വിനീഗർ ഒഴിക്കുമ്പോൾ തന്നെ, വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ചിക്കനിലേക്ക് നല്ലോണം അത് പിടിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മളത് ഒഴിക്കണത്. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക കേട്ടോ. അതല്ല കൂടുതൽ നേരം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കണം എന്നില്ല, നമുക്ക് കുറച്ച് എണ്ണയിൽ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കാല് മുറിച്ചെടുത്തിട്ടില്ല, കാല് അങ്ങനെ വലിയ പീസായിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ്. അതൊന്നിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പീസും നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം മാത്രം ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ കറക്റ്റായിട്ട് വെന്ത് വരണം. നമ്മൾ പിന്നെ ഗ്രേവിയിൽ ഇട്ടിട്ട് ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കുകയല്ല ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇതാ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാം. ഇനി ഇതിന്ന് എണ്ണ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് വേണ്ടുന്ന എണ്ണ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള എണ്ണ മാറ്റിയെടുക്കുക കേട്ടോ. ഞാനിതാ ഒരു 2 സവോള ഒന്ന് അരച്ചെടുത്തിരിക്കുകയാണ്. അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേസ്റ്റായിട്ടല്ല, ചെറിയ ചെറിയ പീസൊക്കെ ഇങ്ങനെ കിടക്കുന്ന പാകത്തിൽ നല്ലോണം ഒന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ അരച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റ്, അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ പച്ചമുളക് നമ്മളിതിൽ അരച്ച് ചേർക്കുന്നതുകൊണ്ട് ചിക്കൻ ഫ്രൈക്കും അതേപോലെ തന്നെ ഗ്രേവിയിലേക്കും നമ്മൾ പച്ചമുളക് ചേർത്തുന്നതുകൊണ്ട് മുളക് പൊടിയൊക്കെ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്താനായിട്ട് കേട്ടോ. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ എരിവ് നോക്കിയിട്ട് നമുക്ക് എരിവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ഈ പൊടികൾ ചേർത്തുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ചേർത്താനായിട്ട്. അതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇങ്ങനെ വഴറ്റി വരുന്ന സമയത്ത് അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏകദേശം നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ ഒരു 2 തക്കാളിയാണ് ചേർത്തത്. അതും കൂടി ചേർത്തിട്ട് അതും ഇതേപോലെ അരച്ചിട്ടാണ് ചേർത്തത് കേട്ടോ. അത് നല്ലോണം ഒന്ന് വഴണ്ട് ഇതേപോലെ തന്നെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് ഞാനൊരു ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പിടി പുതിന ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുതിന ഇല നമ്മൾ അരിഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഒരുപാട് നമുക്കിതിൽ വേവേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ആ ഗ്രേവിയൊക്കെ എല്ലാ ചിക്കൻ്റെ പീസിലേക്കും കറക്റ്റായിട്ട് എത്തണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ചിക്കനിലേക്കൊക്കെ നല്ലോണം മിക്സായി ആ ഗ്രേവിയൊക്കെ എല്ലാത്തിലും പിടിച്ചിരിക്കുന്ന പാകമാവുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരുപാട് വെള്ളമായിട്ടുള്ളതും അല്ല, അതേപോലെ ഒരുപാട് കട്ടിയുള്ള തേങ്ങാപ്പാലും അല്ല കേട്ടോ. അങ്ങനത്തെ രീതിയിൽ, അതായത് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഒരു കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള പാല് കിട്ടുമല്ലോ. അതാണ് പറയുന്നത്. 1-ാം പാലല്ല, കുറച്ചും കൂടി വെള്ളമാവാം. ആ ഒരു രീതിയിൽ എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഗ്രേവി ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ റോസ്റ്റ് ആക്കുന്ന ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് വറ്റിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു പ്രത്യേക മണം വരും, നല്ല ഫ്ലേവറായിട്ടുള്ള മണം വരും. ഇപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിന് കിട്ടും. ഇനി ഞാനിതിലേക്ക് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരമുറി നാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ചേർത്തുമ്പോൾ നമ്മൾ പുളിയൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് നാരങ്ങ നീര് ചേർത്താൻ പാടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്. അതേപോലെ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തിരി വിനീഗർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ കറക്റ്റ് പുളിയും ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ നാരങ്ങ നീര് ചേർത്താനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടും. അപ്പോൾ ഇനിയും വേണമെങ്കിൽ ഇനിയും റോസ്റ്റ് ആക്കാം. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു പാകം എന്ന് പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. എന്താ പറയുക, നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് പോകണ നല്ല ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.